ബാലരാമപുരം കൊലപാതകത്തിൽ കുഞ്ഞിനെ എന്തിനു കൊന്നുവെന്ന് വിശദീകരിക്കാനാകാതെ പോലീസ്. ഹരികുമാർ പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ലെന്നും കൊലപാതക കാരണം കണ്ടെത്തേണ്ടതുണ്ടെന്നും എസ്പി പറഞ്ഞു. കുഞ്ഞിനെ കൊന്നത് ഉൾവിളി തോന്നിയതുകൊണ്ടെന്ന് ഹരികുമാർ മൊഴി നൽകി. കൊല്ലണമെന്ന് തോന്നിയപ്പോൾ കൊന്നെന്നും വിശദീകരണം. പ്രതിയെ കോട്ടുകാൽ കോണത്തെത്തിച്ച് തെളിവെടുത്തു. ശേഷം നെയ്യാറ്റിൻകര JFCM കോടതിയിൽ ഹാജരാക്കും. മാനസികമായിട്ട് ചെറിയൊരു പ്രോബ്ലം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും കൂടുതൽ എക്സ്പെർട്ടീസിൻ്റെ സഹായം ആവശ്യമുണ്ട്. ഇയാൾ ഒരു 5-6 വർഷമായിട്ട് ട്രീറ്റ്മെൻറ്റിലുള്ള ആളാണ്. ഇതുവരെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ വിശദമായിട്ട് അന്വേഷണം നടത്തി അതിലെന്തെങ്കിലും വസ്തുതകളുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നൊക്കെ നമ്മൾ കൂടുതൽ പരിശോധന ചെയ്തെങ്കിൽ മാത്രമേ അറിയാം. ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അടുത്ത നടപടി എന്താണ്? ഇതിൻ്റെ ഫീൽഡ് എൻക്വയറി ഉണ്ട്, ഇതിൻ്റെ സയൻറ്റിഫിക് ഇൻവെസ്റ്റിഗേഷനായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരുപാട് സാക്ഷികളെ ചോദ്യം ചെയ്യാനുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പറയാം. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ചാണോ തെളിവെടുപ്പ് നടത്തിയത്? ഇപ്പോൾ പ്രതി എവിടെയാണുള്ളത്? ദിവ്യ, പ്രതിയെ ഈ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയതിനു ശേഷം പ്രതിയുമായിട്ട് ഇപ്പോൾ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം പോയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം പ്രതിയെ ഉടൻ തന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നെയ്യാറ്റിൻകര 3-ൽ ഹാജരാക്കും. ഒന്നുകിൽ കോടതിയിലോ അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ ഔദ്യോഗിക ചേംബറിലോ ആയിരിക്കും ഈ പ്രതിയെ ഇപ്പോൾ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. എന്തായാലും പ്രതിയെ വീട്ടിലെത്തിച്ച് പ്രാഥമികമായിട്ടുള്ള തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലെത്തിച്ചാണ് പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. എന്തായാലും വളരെ കുറച്ച് നേരത്തെ മാത്രം, വളരെ മിനിറ്റുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ചെറിയൊരു തെളിവെടുപ്പായിരുന്നു. ആ തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് സംഘം ഇപ്പോൾ പ്രതിയുമായിട്ട് ഇവിടുന്ന് തിരികെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് പോലീസും ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നിട്ട് ആ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായിട്ടുള്ള കാരണം എന്താണ് എന്ന് പോലീസ് പറയുന്നില്ല എന്നുള്ളതാണ് SP-യുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ കൊലപാതകം എന്തിന് ഹരികുമാർ നടത്തി എന്നുള്ള ചോദ്യത്തിന് പോലീസിന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഉത്തരമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. പോലീസ് പറയുന്നത് ഇയാൾ കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് മാനസിക പ്രശ്നം നേരിടുന്ന ആളാണ്. അപ്പോൾ ആ മാനസിക പ്രശ്നം നേരിടുന്ന ആൾ കഴിഞ്ഞ കുറച്ച് നാളുകൾ അതുമായി ബന്ധപ്പെട്ട മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അക്കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യമാണ് പോലീസ് പറയുന്നത്. അതായത് 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ ജീവനോടുകൂടി കിണറ്റിലെറിഞ്ഞ് കൊന്ന പ്രതി കഴിഞ്ഞ 5-6 വർഷമായിട്ട് മാനസിക പ്രശ്നം നേരിടുന്ന ആളാണ്. അങ്ങനെ മാനസികമായിട്ട് ചില ഡിസോർഡറുകൾ ഉള്ള ആളാണ് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇന്നലെ പറഞ്ഞ മൊഴിയല്ല പ്രതി ഇന്ന് പോലീസിനോട് പറഞ്ഞത്. തനിക്ക് ആ കുഞ്ഞിനെ കൊല്ലണമെന്ന് തോന്നി, താൻ കൊന്നു എന്നുള്ള ഒരു വലിയ, കേട്ടാൽ പോലും ഞെട്ടുന്ന തരത്തിലുള്ള ഒരു മൊഴിയാണ് ഈ ഹരികുമാർ എന്ന് പറയുന്ന പ്രതി ഇന്ന് പോലീസിനോട് പറഞ്ഞത്. തനിക്ക് കൊല്ലണമെന്ന് തോന്നി, ആ തോന്നലിൽ താൻ കുഞ്ഞിനെ ജീവനോടെ കൊലപ്പെടുത്തി എന്നുള്ള മൊഴിയാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ കഴിഞ്ഞ ദിവസം സഹോദരിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. സഹോദരിയുമായിട്ട് ചില വൈരാഗ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പ്രതി ഇന്നലെ പറഞ്ഞിരുന്നു. ആ മൊഴി ഇന്ന് പൂർണ്ണമായിട്ട് നിഷേധിക്കുക കൂടി ഹരികുമാർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് പോലീസിനെ സംബന്ധിച്ചുകൊണ്ട് ഇപ്പോഴും ചുരുളഴിയാത്ത ഒട്ടനവധി ചോദ്യചിഹ്നങ്ങൾ പോലീസിന് മുമ്പിലുണ്ട്. ആ ചോദ്യങ്ങൾക്കൊന്നും പോലീസിന് ഉത്തരം ലഭിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് പോലീസിനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതൊന്നും ഇപ്പോൾ പറയാൻ കഴിയില്ല അല്ലെങ്കിൽ അറിയില്ല എന്നുള്ള മറുപടിയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. കൊലപാതകം നടത്തിയതിന് പിന്നിലെ കാരണം സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ കോട്ടുകാൽക്കോണത്ത് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ ശേഷം പ്രതിയായ ഹരികുമാറിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയിരിക്കുകയാണ്. വിവരങ്ങളാണ് ഷിജോ കുര്യൻ നൽകിയത്.